ഓഡിബിൾ ആണോ? യെസ്. അശ്വതി ആൻഡ് ആരാ ഈ സൂം യൂസർ? ആരായിരുന്നു? പേരൊന്ന് പറയാവോ? റാഷിദ് ആണോ? അതെ, ഹലോ. ഞാനാണ് റാഷിദാണ്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. ഐ തിങ്ക് ബാക്കിയുള്ളവരെല്ലാവരും റെക്കോർഡ് സെഷൻ ആണ് ആക്സസ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഓൺ ദി വേ ജോയിൻ ചെയ്തോളും. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്നത്തെ ഡെയിലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഫോറക്സ് ആണ്, അല്ല. അപ്പൊ ഫോറക്സ് മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഓഡിയോ കറക്റ്റ് അല്ല. അവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അതായത് കറൻസീസ് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോറക്സ് എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? കമ്മോഡിറ്റീസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ് പോലുള്ള കമ്മോഡിറ്റീസും നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. ക്രൂഡ് ഓയിൽ പോലുള്ള കമ്മോഡിറ്റീസും ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഫോറക്സ് മാർക്കറ്റിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഫോറക്സിൽ അല്ലെങ്കിൽ കറൻസീസിൽ, അതുപോലെ തന്നെ ഗോൾഡ് പോലുള്ള അസറ്റ്സിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു 24 അവേഴ്സ് മാർക്കറ്റാണ്. 24 അവറും ഓപ്പൺ ആയിട്ട് വീക്ക്ലി 5 ഡേയ്സ്, അഥവാ മൺഡേ ടു ഫ്രൈഡേ 24 മണിക്കൂറും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി യു എയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള ഉള്ള ആൾക്കാർക്കും ഇത് ആക്സസ് ചെയ്യാൻ, കാരണം പലർക്കും പല രീതിയിലുള്ള ടൈമിംഗ് ആയിരിക്കും, വർക്കിംഗ് അവേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്കും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് എന്ത്? ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിപ്പോൾ മോർണിംഗ് അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മോർണിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് അവേഴ്സിൽ ഗ്യാപ്പിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കറൻസീന്റെ കേസ് നമ്മൾ പറഞ്ഞു, പ്രൈസ് കുറയുന്ന സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, പ്രൈസ് കൂടുന്ന സിറ്റുവേഷൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ പ്രൈസ് കുറയുവാണെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ പ്രൈസ് കൂടുവാണെങ്കിൽ ബൈ ചെയ്തുകൊണ്ടും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറും വീക്ക്ലി 5 ഡേയ്സ് വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണ്. ആൻഡ് സാറ്റർഡേ സൺഡേ ഓഫ് ആണ്, മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. നമുക്ക് സാറ്റർഡേ സൺഡേയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബാക്കി 24 മണിക്കൂറും വീക്ക്ലി 5 ഡേയ്സും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ആണെന്ത്? ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ഫോറക്സ് മാർക്കറ്റിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫോറക്സ് മാർക്കറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഫോറക്സ് മാർക്കറ്റ് ത്രൂ ആണ്. അതായത് ഒരു രാജ്യത്ത് ഉള്ള എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേറെ രാജ്യത്തോട് നടക്കുമ്പോൾ അത് ത്രൂ ഫോറക്സ് മാർക്കറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് എന്ത്? ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു കറൻസി ട്രേഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കൊക്കെ കറൻസി ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യന്റെ കറൻസിയാണ് INR, അല്ല, ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. UAE കറൻസിയാണ് AED എന്ന് പറയുന്നത്, അല്ല. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയും AED എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ കറൻസിയാണ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കറൻസി ഉണ്ട്. ഇപ്പൊ ജപ്പാൻ നോക്കുകയാണെങ്കിൽ JPY, അല്ല, ജാപ്പനീസ് യെൻ ഉണ്ട്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇപ്പൊ കനേഡിയൻ ഡോളർ എന്ന് പറയുന്ന കറൻസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ PKR, പാകിസ്ഥാനി റുപ്പീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കറൻസീസ് ഉണ്ട്. പക്ഷെ എല്ലാ കറൻസീസിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ഒരുപാട് കറൻസീസ് ഉള്ളതുകൊണ്ട് തന്നെ അതിലെ മേജർ കറൻസി പെയേഴ്സ് എന്ന് പറയുന്ന ഒരു കറൻസീസിലാണ് നമ്മൾ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ മോസ്റ്റ്ലി കമ്മോഡിറ്റീസിൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് കമ്മോഡിറ്റീസിലായിരിക്കും. പക്ഷെ നമുക്ക് കറൻസീസും ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് മേജർ കറൻസി പെയർസ്? മേജർ കറൻസി പെയർസ് എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡുകൾ നടക്കുന്ന കറൻസി പെയർസിനെയാണ് മേജർ കറൻസി പെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലിസ്റ്റിൽ നമ്മുടെ AED, INR പോലുള്ള കറൻസി ഒന്നും ഇല്ല. ആ ലിസ്റ്റിലുള്ള 7 കറൻസീസ് ആണ്. ഒന്ന്
യൂറോ യു എസ് ഡി എന്ന് പറയുന്ന യൂറോപ്പിലെ കറൻസിയും അമേരിക്കൻ ഡോളറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ, യൂറോ/യു എസ് ഡി എന്ന് പറയുന്ന കറൻസി പെയർ. ഒരു കറൻസി പെയർ എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് കറൻസികൾ കൂടിയിട്ടുള്ളതാണ് ഒരു കറൻസി പെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, AED/INR അല്ല, AED/INR ആണ് എന്ത് ഒരു കറൻസി പെയർ എന്ന് പറഞ്ഞാൽ. AED ആയിട്ട് അത് പറയുകയാണെങ്കിൽ അതൊരു കറൻസി മാത്രമാണ്. കറൻസി പെയറിന് മാത്രമേ നമുക്ക് റേറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് കറൻസി പെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഗോൾഡിനെ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോൾഡ് ഒരു കമ്മോഡിറ്റി ആണ്. അപ്പോൾ ഗോൾഡിന്റെ സിമ്പലാണ് XAU/USD. ഇതെന്താ മെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, XAU അതായത് ഗോൾഡ് ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് USD ആയിട്ടാണ്. ഇപ്പൊ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ യൂറോ/USD എന്ന് പറഞ്ഞാൽ യൂറോ എന്ത് വെച്ച് ട്രേഡ് ചെയ്യുന്നു? ഡോളർ വെച്ച് ചെയ്യുന്നു. അടുത്തത് GBP എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് ആണ് GBP എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? US ഡോളർ വെച്ച് ചെയ്യുന്നു. USD/JPY എന്ന് പറഞ്ഞാൽ ഡോളറിനെ നമ്മൾ ജാപ്പനീസ് യെന്ന് വെച്ചിട്ട്, ജാപ്പനീസ് യെന്നിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. USD/CHF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ വേഴ്സസ് സ്വിസ് ഫ്രാങ്ക് ആണ്. സ്വിറ്റ്സർലാൻഡിലെ ഫ്രാങ്ക് കറൻസിനെയാണ് CHF എന്ന് വിളിക്കുന്നത്. ദെൻ USD CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ ഡോളർ യൂസ് ചെയ്തുകൊണ്ട് അമേരിക്കൻ ഡോളറിനെ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് AUD/USD എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളർ വേഴ്സസ് അമേരിക്കൻ ഡോളർ. NSD/USD എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് ഡോളർ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഫർ ചെയ്യുന്നത് 7 മേജർ കറൻസീസ് പേഴ്സ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന 7 കറൻസി പേഴ്സ് ആണ്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഇപ്പോൾ ഗോൾഡിന് പുറമെ, ഗോൾഡ് ആണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ പറഞ്ഞു, ഒരു കറൻസിയുടെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെ? പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് പുറമെ ഞാനൊരു കറൻസീസ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 7 കറൻസി പെയർ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള മേജർ കറൻസി പെയർസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മേജർ കറൻസി പെയർസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡുകൾ നടക്കുന്ന കറൻസി പെയറിനെയാണ് മേജർ കറൻസി പെയർസ് എന്ന് വിളിക്കുന്നത്. ഈ കറൻസി പെയർസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം US ഡോളറുമായിട്ട് കണക്റ്റഡ് ആണ്. US ഡോളർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ്, വേൾഡ് എക്കണോമിയിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കറൻസിയാണ് എന്ത്, US ഡോളർ എന്ന് പറഞ്ഞാൽ. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഇപ്പോൾ ബ്രിക്സ്, അല്ലെ? 5 രാജ്യങ്ങൾ കൂടിയിട്ട് ബ്രിക്സ് എന്ന് പറയുന്ന, ഇന്ത്യ അടങ്ങുന്ന 5 രാജ്യങ്ങൾ കൂടിയിട്ട് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കറൻസി ഇറക്കുന്നുണ്ട്. US ഡോളറിനെ ബീറ്റ് ചെയ്യാനാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവകാശങ്ങൾ എടുക്കുന്നുണ്ട്. ലെറ്റ്സ് സീ എങ്ങനെയാണത് വേൾഡ് ട്രേഡിൽ എങ്ങനെയാണത് എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 7 മേജർ കറൻസി പെയർസ്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞു ഗോൾഡിനെ നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്നത് XAU/USD എന്നുള്ള ഒരു സിമ്പലിലാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ബേസ് കറൻസി ആൻഡ് കോട്ട് കറൻസി. ഓക്കെ, ബേസ് കറൻസി ആൻഡ് കോട്ട് കറൻസി എന്ന് പറയുന്ന 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അഥവാ നമ്മൾ പറഞ്ഞു കറൻസി പെയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. കറൻസി പെയേഴ്സ് അല്ല, ഒരു പെയേഴ്സ് ആയിട്ടാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു കറൻസി പെയറിലെ ആദ്യത്തെ കറൻസിനെയാണ് ബേസ് കറൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് കറൻസീസിലാണെങ്കിൽ ആദ്യത്തെ കറൻസി, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മോഡിറ്റി ആയിട്ടുള്ള XAU/USD ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? XAU. ഗോൾഡ് ആണ് ബേസ്, USD ആണ് എന്ത്, അവിടുത്തെ കോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടും ബേസും, ഫസ്റ്റത്തത് ബേസും രണ്ടാമത്തത് കോട്ടും. അപ്പൊ എന്താണ് ഈ ഒരു ബേസും കോട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂറോ/USD എന്ന് പറയുന്ന അസറ്റിന്റെ റേറ്റ് 1.20 ആണെന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂറോ എനിക്ക് കിട്ടണമെങ്കിൽ 1.2 എന്ത് കൊടുക്കണം എന്നാണ്? ഡോളർ കൊടുക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഫോറക്സ് ട്രാൻസാക്ഷൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരിക്കലും 1.2 USD എന്നൊന്നും മെൻഷൻ ചെയ്യില്ല. ജസ്റ്റ് എന്ത് എഴുതിയിട്ടുണ്ടാവുള്ളൂ? 1.2 എന്ന് എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ റീഡ് ചെയ്യണം എന്ത്, ബേസ് കറൻസിനെ എപ്പോഴും കോട്ട് കറൻസിയിലാണ് എന്ത് ചെയ്യുക, ട്രേഡ്സ് നടക്കുക. അതായത് ഇപ്പോൾ യൂറോ ആണ് അവിടുത്തെ ബേസ് എന്നുണ്ടെങ്കിൽ ഒരു യൂറോ കിട്ടണമെങ്കിൽ എത്ര ഡോളർ കൊടുക്കണം എന്നുള്ള റേറ്റ് ആണ് അവിടെ പറയാം. അപ്പൊ അതിന് ഇപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട്, മൈൻഡിൽ ഇരിക്കാനായിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. AED/INR എന്ന് പറയുന്ന ഫോറക്സ് ട്രാൻസാക്ഷന്റെ റേറ്റ് ആണ് 23.80 23.70 എന്നൊക്കെ പറയുന്നത്. അത് INR/AED എന്നാണെങ്കിൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഓക്കെ,
അതായത് AED വയർ INR ആണെങ്കിൽ ഒരു AED കിട്ടാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന INR വാല്യൂ ആണ് ഇവിടെ കാണിക്കുക. നേരെ തിരിച്ച് INR ബാർ AED ആണെങ്കിൽ ഒരു INR കിട്ടാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട AED വാല്യൂ ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 0.00425 അല്ലെങ്കിൽ 0.425 എന്തോ ആണ്, എക്സാക്ട്ലി ഓർക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിന്റെ റേറ്റ്. അതിന്റെ ഡിഫറൻസ് എന്താ? ഇവിടെ ഒരു INR കിട്ടാൻ എത്ര ദിറംസ് ആണ് വേണ്ടതെന്നാണ്. നേരെ മറ്റേതോ ഒരു AED കിട്ടാൻ എത്ര INR വേണം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് കോട്ടും ബേസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവിടെ റേറ്റ്സിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അത് ഗോൾഡിന്റെ കേസിലും എഫക്ട് ചെയ്യും. XAU/USD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നത് എന്താ? ഇവിടെ ഒരു ഔൺസ് ആണ് കേട്ടോ. ഒരു ഔൺസ് ഗോൾഡ് കിട്ടാനായിട്ട് എത്ര ഡോളർ സ്പെൻഡ് ചെയ്യണം? ആസ് ഓഫ് നാവ് ഇന്നത്തെ റേറ്റ് പ്രകാരം 3730 റേഞ്ചിലാണ് ഇപ്പൊ റേറ്റ് ഉള്ളത്. ഓക്കെ, XAU/USD, അതായത് ഒരു ഔൺസ് ഗോൾഡ് കിട്ടാൻ, ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഔൺസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 32.3 ആണ് കേട്ടോ. ഏകദേശം അത്രയും ഗ്രാംസിന്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ബേസും കോട്ടിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കണം? അതില് അവിടെ എഴുതിയേക്കുന്ന റേറ്റ്, ഇപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം USD/JPY എന്ന് പറയുന്ന ഒരു കറൻസി പെയർ ഉണ്ട്. ഓക്കെ, USD/JPY എന്ന് പറയുന്ന ഒരു കറൻസി പെയർ ഉണ്ട്. ഇതിന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് പ്രകാരം ഏകദേശം 148.70 ആണ് റേറ്റ് എന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെ ഇത്രേ കാണിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ പ്രൈസ് റേഞ്ച് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പ്രൈസസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് ഡോളർ ആണെന്നോ അല്ലെങ്കിൽ INR ആണെന്നോ ഒന്നും മെൻഷൻ ചെയ്യില്ല, ജസ്റ്റ് പ്രൈസ് എഴുതുള്ളൂ. ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ കാണുവാണെങ്കിൽ എന്താ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക? ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം എന്താ മനസ്സിലാക്കണ്ടേ? അശ്വതി, ജാബിർ ബ്രോ, റാഷിദ്, എന്താ മനസ്സിലാവുന്നില്ല ഒന്നും? മ്യൂട്ടാണ് കേട്ടോ, എല്ലാരും മ്യൂട്ടാണ്. One ഐഫോൺ USD, one USD is equal 1 USD is equal to 148.70 JPY. അതായത് നിങ്ങൾ പറയുന്നത് ഒരു $1 കിട്ടണമെങ്കിൽ 148.7 yen കറൻസിയാണ്, ജപ്പാനീസ് yen ആണിത്. yen കറൻസി കൊടുക്കണം എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? റാഷിദ് ബ്രോ എന്താ തോന്നുന്നത്? എന്ത് തോന്നുന്നു? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ റാഷിദ്? ഐഫോൺ ആരായിരുന്നു? ജാബിർ ബ്രോ? സിയാദാണോ? ഓക്കെ, സിയാദ് ബ്രോ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ അതല്ലാതെ? ഇല്ല, ഒപ്പീനിയൻ ഇല്ല. ഞാൻ ഇങ്ങനെ കേൾക്കുന്ന മനസ്സിലാകുന്നത്ര കാര്യങ്ങൾ മനസ്സിലായി വരുന്നേ ഉള്ളൂ. മനസ്സിലായേ വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ട് രണ്ടാമത്തെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നല്ലേ. ഓക്കെ 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 റാഷിദ് ബ്രോ വേറെ ഒപ്പീനിയൻ ഉണ്ടോ? ഇത് അത് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു USD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡോളർ, അതായത് സോറി, ഒരു USD എനിക്ക് അവിടെ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? 148 yen അവിടെ സ്പെൻഡ് ചെയ്യണം. അത് ക്ലിയർലി മീൻസ് ദാറ്റ്, അതായത് അത് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1, അതായത് യെന്നിന്റെ വാല്യൂ വളരെ കുറവാ അല്ലെ, അതുകൊണ്ടാണ് ഞാൻ അത്രയും yen കൊടുക്കേണ്ടി വന്നത് അല്ല. അതായത് എന്നിന്റെ മൂല്യം വളരെ കുറവായതുകൊണ്ട് എനിക്ക് ഒരുപാട് വാല്യൂ കൊടുത്താലേ $1 കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു മൈൻഡിൽ വെക്കാം. ബേസ് എന്താണ്, കോട്ട് എന്താണെന്നുള്ളത് മൈൻഡിൽ വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് പിപ്സ് അല്ലെങ്കിൽ പിപ്പറ്റ്സ്. നിങ്ങൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വേർഡ് കൂടിയാണ് പിപ്പ് അല്ലെങ്കിൽ പിപ്പറ്റ്സ്. പിപ്പറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് രാജ്യങ്ങളുടെ കറൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് റുപ്പീന്റെ വാല്യുവേഷൻസ് നമ്മൾ എങ്ങനെയൊക്കെയാ പറയാം? ഇപ്പൊ ഏതർ നമ്മൾ പറയുന്നത് ഒരു റുപ്പി, ഒരു രൂപ മാറി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയും 10 പൈസ മാറി, അല്ല രൂപ, പൈസ. അപ്പൊ അത് ഡോളറിലാണെങ്കിലോ ഡോളർ, അതേപോലെ തന്നെ പിന്നെ എന്ത് പറയും? സെന്റ് എന്ന് പറയും. കേട്ടുണ്ടോ? സെന്റ് അല്ല. ഇപ്പൊ നമ്മള് ദിറംസിലാണെങ്കിലോ ദിറംസ്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഫിൽസ് എന്ന് പറയും അല്ല, മൈനർ വാല്യൂവിനെ ഫിൽസ് എന്ന് പറയും. അതേ രീതിയിലുള്ള ഫോറക്സ് ട്രേഡ്സ്, അതായത് ഫോറക്സിലുള്ള കറൻസീസിന്റെ
റേറ്റിൽ വരുന്ന ചേഞ്ചസ്, അതായത് ചേഞ്ച് ഇൻ വാല്യൂവിനെ മെഷർ ചെയ്യുന്ന രണ്ടെണ്ണമാണ്. ഇപ്പൊ ഇത് റുപ്പീസ് എന്ന് പറയുന്ന പോലെയാണ് പിപ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിപ്പറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ എന്ന് പറയുന്നത്, അതിന്റെ റേഞ്ച് വ്യത്യാസമുണ്ട്. അതായത് 10 പിപ്പറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി 100 പൈസയല്ല ഒരു രൂപ എന്ന് പറയുന്നത്, അതിന് പകരം 10 പിപ്പറ്റ്സ് ആണെന്ത്, ഒരു പിപ്പ്. അപ്പൊ എന്താണ് ഒരു പിപ്പിന്റെ ആക്ച്വൽ വാല്യൂ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അതായത് ഏതൊരു കറൻസി, USD ബേസിലുള്ള ഏതൊരു കറൻസി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ പറയാം. ഇതിന് നമുക്ക് മെഷർ ചെയ്യാൻ ഈസി ഓപ്ഷൻസ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതിന്റെ ഒരു ബേസ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അതായത് യൂറോ USDന്റെ റേറ്റ് 1.132115 ആണെന്ന് പറഞ്ഞു, ഒരു അസ്യൂം ചെയ്യാം. ഇവിടെ അസ്യൂം ചെയ്യുന്ന സമയത്ത് യൂറോ USDന്റെ റേറ്റ് ഇതാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യം എന്ത് മനസ്സിലായി? ഒരു യൂറോ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ $1.13215 കൊടുക്കണം. അപ്പൊ യൂറോക്കാണ് എന്ത് അവിടെ ഉള്ളത്, മൂല്യം കൂടുതലുള്ളത് അല്ല. 1.13, $1 കൂടുതൽ കൊടുക്കണം. അങ്ങനെ 1.13215 ആയിരുന്നു റേറ്റ്. അതിന്റെ റേറ്റ് 1.13215 നിന്ന് 216 കൂടി എന്ന് വിചാരിക്കാം. എത്ര പോയിന്റ് ആ കൂടിയത്? ടെക്നിക്കലി സ്പീക്കിംഗ് 1 പോയിന്റ് ആണ് കൂടിയത്. ഈ ഒരു പോയിന്റിനെ ഒരു പിപ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പിപ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 1.13215 നിന്നും അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒരു പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഒരു പിപ്പറ്റ്. അത് ഒരു പോയിന്റിന് പകരം അവിടെ 10 പോയിന്റ് ആണ് കൂടിയെന്ന് വിചാരിക്കുക. 1.13215 നിന്നും 225 10 പോയിന്റ് ആണ് കൂടിയെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, 1 പിപ്സ് അല്ലെങ്കിൽ ഒരു പിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഇപ്പൊ യൂറോ USDന്റെ വാല്യൂ പറയുകയാണെങ്കിൽ 215 നിന്നും 225. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി പെയറിലെ ചേഞ്ച് ഇൻ വാല്യൂനെ, റേറ്റ്സിന്റെ ചേഞ്ച് ഇൻ വാല്യൂനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷർമെന്റ് ആണെന്ത്, പിപ്പ് അല്ലെങ്കിൽ പിപ്പറ്റ്. ഓക്കെ, 10 പിപ്പറ്റ്സ് കൂടി കഴിഞ്ഞാൽ ഒരു പിപ്പ് ആണെന്ന് പറയും. അതായത് ഒരു ഡോളർ കൺസിഡറേഷനിൽ പറയുകയാണെങ്കിൽ ഒരു പിപ്പിന്റെ ആക്ച്വൽ വാല്യൂ, പിപ്പിന്റെ കേട്ടോ, അതായത് 10 പിപ്പറ്റ്സ് കൂടിയിട്ടുള്ള ഒരു പിപ്പിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ $0.00010 ആണ്. ഓക്കെ, ഒരു പിപ്പിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അത്രയും മൈന്യൂട്ട് വാല്യൂ ആണെന്ത്, ഒരു പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഒരു പൈസ എന്ന് പറഞ്ഞാൽ 0.01 റുപ്പിയാണ് അല്ല, ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇങ്ങനത്തെ 100 പൈസ കൂടി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, ഒരു റുപ്പിയായിട്ട് മാറി. റൈറ്റ്, അതേ രീതിക്ക് തന്നെ ഇത് 0.00010 ആണ്. മനസ്സിലായോ? ഓക്കെ, അതാണ് ഒരു പിപ്പിന്റെ വാല്യൂ. ഇത് ഇവിടെ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, എന്താന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അശ്വതി, ഡൗട്ട്സ് ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ, വീണ്ടും മ്യൂട്ട് ആയോ കേട്ടോ. ഓക്കെ ആണ്, ഓക്കെ. ഓക്കെ ആണല്ലേ. ഓക്കെ, അതായത് കറൻസിന്റെ റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, പിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ, അതായത് ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ മെഷർ ചെയ്യാനൊക്കെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും അത് വരുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പിപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.00010 ആണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോറക്സിൽ അല്ലെങ്കിൽ ഫോറക്സ് കമ്മോഡിറ്റീസ് ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഉദ്ദേശിച്ചത് കറൻസീസിൽ ഓൾറെഡി ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ ഒരു പിപ്പ് മൂവ് ആയെന്ന് വിചാരിച്ചോ. ഒരു പിപ്പ് മൂവ് ആവുന്നിടത്ത് നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി ആണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് $1 ഒരുപാട് ഫ്രാക്ഷൻസ് കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പ്രോപ്പർ ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും യൂണിറ്റ് ബേസിൽ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടെ ലോട്ട് ബേസിൽ ട്രേഡ് ചെയ്യണം. അപ്പൊ എന്താണ് ലോട്ട്? വാട്ട് ഈസ് എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബണ്ടിൽ എന്നൊക്കെ പറയില്ലേ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡസൺ എന്ന് പറയും. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റിയാ? 12 അല്ല, 12 ക്വാണ്ടിറ്റീസ് ആണ് ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ എന്തെങ്കിലും പോയിട്ട് ഒരു ഡസൺ നെയിൽസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
12 നെയിൽസ് എടുത്ത് തരും അല്ല. അതെന്താ ഇതൊരു ഡസൻ വാല്യൂ അല്ല, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതുപോലെ തന്നെയാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് ഉള്ളൊരു മെത്തേഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റാ ട്രേഡർ 5 MT5 നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ലോട്ടിലാണ് ട്രേഡ് ചെയ്യുക. ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 യൂണിറ്റ്സ് ആണ്. 100,000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000. ഓക്കെ, 1,00,000 യൂണിറ്റ്സ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട്. ഇപ്പോൾ MT5 നമ്മൾ പോയിട്ട് ഒന്നേ കാണിക്കുന്നുണ്ടാവുള്ളൂ. അവിടെ വെറും 1 എന്ന് എഴുതിയിട്ടുള്ളൂ. 1 ലോട്ട് എന്ന് ഒന്നും മെൻഷൻ ചെയ്യില്ല, ജസ്റ്റ് 1 എന്നായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഈ 1 എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 1,00,000 യൂണിറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ ഫ്രാക്ഷണൽ ആയിട്ട് ട്രേഡ് ചെയ്യാം. 0.1 ചെയ്യാം, 0.99 ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000, അതിനെ ഇപ്പോൾ നമുക്ക് ഫ്രാക്ഷണലായിട്ട് 10 ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ 0.10 ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇത് 10,000 യൂണിറ്റ്സ്, എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി. നാനോ ലോട്ട് സിസ്റ്റം അധികം ബ്രോക്കേഴ്സ് ഇപ്പോൾ അലോ ചെയ്യുന്നില്ല. 0.01 ആണ്, അല്ലെങ്കിൽ 1000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫോറക്സിന്റെ ഫ്ലക്ച്വേഷൻ വളരെ ചെറിയ ഫ്ലക്ച്വേഷനാണ് അല്ലെ. ഇപ്പോ AED INRന്റെ റേറ്റ് ഇന്ന് 24 ആണെങ്കിൽ നാളെ അത് 26 ആയിട്ട് മാറുമോ? ഇല്ല, ചെറിയ ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലെ. 10 പൈസ, 5 പൈസ, 15 പൈസേന്റെ ഒക്കെ ഡിഫറൻസേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സ്മോൾ പെർസെൻറ്റേജ് മൂവ്മെന്റ് ആണെങ്കിൽ പോലും അതിനെ പ്രോപ്പറായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫോറക്സിൽ ലോട്ട് സൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ലോട്ട് സൈസ് മെത്തേഡിന്റെ ഒരു കാൽക്കുലേഷനും കൂടെ നമ്മൾ പഠിക്കണം. അതായത് പിപ്പ് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചേഞ്ച് ഇൻ വാല്യൂവിനെ മെഷർ ചെയ്യുന്നത് പിപ്പിലാണെന്ന് പറഞ്ഞു അല്ലെ. ലെറ്റ്സ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ യൂറോ USD എന്ന് പറയുന്ന കറൻസിയിൽ ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, ഈ ഒരു ട്രേഡ് എടുത്തിട്ട് ഞാൻ യൂറോ USD ഞാൻ എടുത്തത് ഒരു ലോട്ടാണ് ട്രേഡ് എടുത്തത്. ഒരു ലോട്ട് ട്രേഡ് എടുത്തു, എന്നിട്ട് അത് ഒരു പിപ്പ് പ്രോഫിറ്റിലോട്ട് കയറി. ഒരു പിപ്പ് എന്ത് ചെയ്തു? ഞാൻ ബൈ ട്രേഡ് ആണ് എടുത്തത്, മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഒരു പിപ്പ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഒരു പിപ്പ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉണ്ടാവുന്ന പ്രോഫിറ്റിനെ, നെറ്റ് പ്രോഫിറ്റിനെ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവിടെ ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് എത്ര ക്വാണ്ടിറ്റിയാ? യൂണിറ്റ് ബേസിൽ പറയുകയാണെങ്കിൽ 100,000 യൂണിറ്റ്സ് ആണ് അല്ലെ. 100,000 യൂണിറ്റ്സ് ആണ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളത്. ഞാൻ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്? പിപ്പിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.00010. ഇത്രയും ഡോളേഴ്സ് ആണ്. എനിക്ക് അവിടെ ഉണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റ് ഇതിന്റെ കാൽക്കുലേഷന്റെ വാല്യൂ ആയിരിക്കും. ഇതിങ്ങനെ കാൽക്കുലേഷൻ സീറോസ് എല്ലാം കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $10 ആണ്. ദാറ്റ് മീൻസ് നമ്മളൊരു ഫോറക്സ് കറൻസിയിൽ ഒരു ലോട്ട് ട്രേഡ് എടുത്തിട്ട്, ഒരു ട്രേഡ് ഞാൻ എടുത്തെന്ന് വിചാരിക്കോ, ഓരോ പിപ്പ് മൂവ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവിടെ ഉണ്ടാവുന്ന പ്രോഫിറ്റ് $10 ആയിരിക്കും. ഒരു പിപ്പ് മൂവ് ചെയ്താൽ $10. അപ്പൊ 2 പിപ്പ് മൂവ് ചെയ്താലോ $20. 3 പിപ്പ് മൂവ് ചെയ്താൽ $30. അതേപോലെ തന്നെ 2 ലോട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ $20 വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രോഫിറ്റ്. ഇത് സെയിം ഗോസ് ഫോർ ദ ലോസസ്. ലോസിന്റെ സൈഡിലോട്ട് വരുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ക്വാണ്ടിറ്റി എടുക്കുന്നതിൽ നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ലോട്ട് സൈസ് എന്നുള്ളതും അതിന്റെ പിപ്പ് വാല്യൂ എന്താന്ന് പറഞ്ഞത്. കുറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഹാഫ് ലോട്ടാണ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ, 0.5 ലോട്ടാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ പിപ്പ് മൂവ് ആകുമ്പോഴും $5 ഡിഫറൻസ് വരും. ഓക്കെ, $5 ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസ്കിനൊക്കെ മാനേജ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോസസിനെ ലിമിറ്റ് ചെയ്യാനും പ്രോഫിറ്റ്സിനെ നമുക്ക് സ്കെയിൽ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫോറക്സിലെ ലോട്ട് കാൽക്കുലേഷൻസിന്റെ ബേസിലാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ എന്താ ലോട്ട് എന്നുള്ളത്. അത് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കും. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, വാട്ട് ഈസ് ലോട്ട് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറും വീക്ക്ലി 5 ഡേയ്സും വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ പോലും ഇത് ആക്ച്വലി സ്പീക്കിംഗ് 24 അവേഴ്സ് ഒരൊറ്റ സിംഗിൾ സ്ട്രെച്ചിലല്ല നടക്കുന്നത്. ഇത് നടക്കുന്നത് 4 ഡിഫറെന്റ് സെഷൻസിലായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിലുള്ള മാർക്കറ്റിന്റെ മൊമെന്റത്തിലുള്ള ചേഞ്ചസിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ആ ഒരു പേസിലുള്ള ഡിഫറൻസ് കാരണമാണ്. അതായത് 4 ഡിഫറെന്റ് സെഷൻസിലായിട്ട്, അതായത് 4 റീജിയണിലായിട്ട് 4 ഡിഫറെന്റ് സെഷൻസിലായിട്ടാണ് ഇത് നടക്കുന്നത്. അതായത് സിഡ്നി സെഷൻ എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയുടെ ബാങ്കിങ് അവേഴ്സിൽ നടക്കുന്ന മൂവ്മെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടോക്കിയോ സെഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഓവർലാപ്പ് ചെയ്തിട്ടാണ്. അതായത് ഒരു സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ അടുത്ത സെഷൻ ഓപ്പൺ ആവും, അടുത്ത സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് അടുത്ത സെഷൻ ആവും. ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റായിട്ട് ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻസ്, അതായത് നോർമലി അത് UAE ടൈം ഒരു 11 to 12 ഇടയിലും, അതേപോലെ തന്നെ ഈവനിങ് അവേഴ്സിൽ 4 to 5 ഇടയിലും ഓപ്പൺ ചെയ്യുന്ന 2 മാർക്കറ്റ്സ് ആണ് ലണ്ടൻ ആൻഡ് ന്യൂയോർക്സ്. ഈ മാർക്കറ്റ് അവേഴ്സിൽ ഇത് 24 അവേഴ്സ് ഇത് ഓവർലാപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഫോറക്സ് ക്ലോസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. 24 അവേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കും. ആക്ച്വലി സ്പീക്കിംഗ് ഇത് നടക്കുന്നത് 4 സെഷനായിട്ടാണ്. അപ്പോൾ നമ്മളെ UAE ടൈം പ്രകാരം 11 to 12, 4 to 5 എന്ന് പറയുന്ന ടൈം ഈ 2 സെഷൻസിലും നല്ല രീതിയിൽ വോളിയുള്ള സെഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു രാവിലെ 11 മുതൽ രാത്രി ഒരു 10-11 വരെ, ഞാൻ മോസ്റ്റ്ലി 11 വരെയൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ ക്യാച്ച് ചെയ്യാറുള്ളത്. നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യും. നല്ല രീതിയിലുള്ള ബെറ്റർ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക്, ഈവൻ ടോക്കിയോ എന്ന് പറയുന്നത് ഏഷ്യൻ സെഷൻ എന്നറിയപ്പെടുന്ന ഒരു സെഷനാണ്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ബാങ്കിങ് സെക്ടേഴ്സിലുള്ള ട്രേഡേഴ്സേ ഉള്ളൂ. പക്ഷെ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിന്റെ തന്നെ ഏറ്റവും വലിയ 2 ഫൈനാൻഷ്യൽ ഹബ്ബുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ്സിൽ എന്ത് ഉണ്ടാവാറുണ്ട്, മൂവ്മെന്റ്സ് ജനറേറ്റ് ആവാറുണ്ട്. അപ്പൊ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് സെഷൻസ് എന്ന് പറഞ്ഞാൽ 4 സെഷൻസ് ആണുള്ളത്. സിഡ്നി, ടോക്കിയോ, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് ഏഷ്യൻ സെഷൻ എന്നറിയപ്പെടും, ലണ്ടൻ സെഷൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻ. ഇതിൽ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻസിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് വോളിയം ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻസിലായിരിക്കും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്, എക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അതായത് നമ്മൾ പറഞ്ഞു ഓരോ കറൻസീസിന്റെ റേറ്റ് മാറും അല്ലെ, റേറ്റ്സ് കൂടും, റേറ്റ്സ് കുറയും. ഇതൊക്കെ നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ചാർട്ടിനൊക്കെ റീഡ് ചെയ്തിട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞു അല്ലെ. ചാർട്ട് അനാലിസിസ് 2 രീതിയിൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും, അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് റീഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഗോൾഡിന്റെ ഒക്കെ പ്രൈസ് മൂവ് ചെയ്യുന്നത്, കൂടുന്നത്, കുറയുന്നതൊക്കെ നമുക്ക് എന്തിൽ മനസ്സിലാക്കാൻ പറ്റും, ചാർട്ട് റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് റീഡ് ചെയ്യുന്ന ഒന്നാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന് കോസ് ആയിട്ടുള്ള കാരണങ്ങൾ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീന്റെയും AEDന്റെയും അല്ലെങ്കിൽ ദിർഹംസിന്റെയും റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഒന്നുകിൽ ഇന്ത്യന്റെ എക്കണോമീനെ ബേസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ UAEന്റെ എക്കണോമീനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ്, എങ്ങനെ ഒരു രാജ്യത്തിന്റെ എക്കണോമി, ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ആണെങ്കിൽ US-ന്റെ എക്കണോമിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, കാരണം ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് US ഡോളറിലാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ എക്കണോമി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതിനുള്ള ഡേറ്റകൾ എന്തൊക്കെയാണ്? അതിനൊരുപാട് മാക്രോ എക്കണോമിക്കൽ ഡേറ്റാസ് ആവശ്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എക്കണോമിക്സിൽ അത്ര വലിയ എക്സ്പേർട്സ് ഒന്നും അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊന്നും ഈ ഒരു മാക്രോ എക്കണോമിക്കൽ അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തിന്റെ ബേസിലാണ് അസറ്റ്സ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് US-ന്റെ ഇൻഫ്ലേഷൻ കൂടിയതിന്റെ ഭാഗമായിട്ട്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പമാണ്, ഞാനൊന്ന് പറയാം അതിനെ കുറിച്ചിട്ട്. ഇൻഫ്ലേഷൻ കൂടിയതിന്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സിൽ കട്ട് വരുത്തിയിട്ടുണ്ടാകും. ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഫെഡ് നമ്മുടെ ബാങ്കുകൾക്ക്, സെൻട്രൽ ബാങ്കുകൾ ബാക്കിയുള്ള ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ അളവാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കുന്നത് ആ രാജ്യത്ത് എക്കണോമിക്കൽ
ഇമ്പാക്ട്സ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് എക്കണോമിക്കലി വീക്ക് ആവുന്ന സമയത്താണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ കൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് ഇത്രയും ഹൈക്ക് ആയത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ചെറിയ ചെറിയ രീതിയിൽ, അപ്പോൾ ഞാനാണെങ്കിലും ഒരു എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല, പക്ഷേ ഈ ഒരു എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് ഈ ഒരു മാർക്കറ്റ്സ് വാച്ച് ചെയ്യാനും മാർക്കറ്റ്സിനെ കുറിച്ച് പഠിക്കാനും തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഇവഞ്ച്വലി പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെങ്കിൽ എക്കണോമീനെ എങ്ങനെയാണ്, ഒരു രാജ്യത്തിന്റെ എക്കണോമീനെ എങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ രാജ്യത്തും നടക്കുന്ന എക്കണോമിക് ഇവന്റുകളുടെ ഭാഗമായിട്ടാണ്. ഇവന്റുകൾ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും എന്ത് ചെയ്യും, ആ രാജ്യത്ത് കഴിഞ്ഞ വർഷം എത്ര GDP ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യും, ആ രാജ്യത്തുള്ള എക്കണോമിക് അനലിസ്റ്റുകൾ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഡേറ്റകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പോൾ ചൈന വലിയൊരു GDP ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പുകളൊക്കെ ഉണ്ട് അല്ല. എന്തുകൊണ്ടാണ് GDP എന്ന് പറഞ്ഞാൽ എ മെഷർ ഓഫ് ദി ടോട്ടൽ വാല്യൂ ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസഡ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ മെഷർ ആണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ചൈന മാനുഫാക്ചറിങ്ങിൽ ഭയങ്കര മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അല്ലെ. അപ്പോൾ ആ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ പ്രൊഡക്റ്റ് ആണെന്ത് GDP എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ GDP കൂടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് നല്ല കാര്യമാണ്, ആ രാജ്യത്തിന്റെ കറൻസി സ്ട്രോങ് ആവാനുള്ള കാരണങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇപ്പോൾ ഒരു രാജ്യത്ത് നടക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്സ്, അത് ആക്ച്വലി സെൻട്രൽ ബാങ്ക്സ് ആണ് ഈ രാജ്യത്തിന്റെ ബാങ്കുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇത് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ആ രാജ്യത്തുള്ള ഇൻഫ്ലേഷന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു രാജ്യത്ത് കൂടുതലായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ 7% അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് പണപ്പെരുപ്പം എന്ന് പറയും അല്ലെ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഇന്ന് വാങ്ങിച്ചു, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡബിൾ ആയിട്ടുണ്ടാവും അല്ലെ. മോസ്റ്റ് ഓഫ് ദി കേസസിലും പ്രൈസസിൽ വലിയ രീതിയിൽ ഹൈക്ക് വരാറുണ്ട്. അതിന്റെ റീസൺ ഇൻഫ്ലേഷൻ ആണ്, പണപ്പെരുപ്പമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസർവ് ബാങ്കുകൾ കൂടുതലായിട്ട് കറൻസീസ് പ്രിന്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവും, എക്കണോമി വീക്ക് ആവുന്നത് കൊണ്ടുണ്ടാവും, ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മുടെ കറൻസി ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവും. ഒരുപാട് കാരണങ്ങൾ ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഡേറ്റകളൊക്കെ പുറത്തു വിടുമ്പോൾ ഈ കറൻസീസിന്റെ റേറ്റ്സിൽ എന്ത് വരും, വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് വരും കറൻസീസിലെ, കമ്മോഡിറ്റീസിലൊക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ വേറൊരു എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ് എംപ്ലോയ്മെന്റ് റേറ്റ്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഇവന്റ്. ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ രാജ്യത്തും, ഇപ്പൊ ഇത് ഓരോ രാജ്യത്തും നടക്കുന്ന ഇവന്റുകളാണ് കേട്ടോ. ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ എല്ലാ മാസവും റിലീസ് ചെയ്യും. കഴിഞ്ഞ മാസത്തിനെ അപേക്ഷിച്ച് ഈ മാസം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറവാണ്, ഇങ്ങനെയുള്ള ഡേറ്റകളൊക്കെ പുറത്തു വിടും. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന ട്രേഡ് ബാലൻസ്, ഇത് ചിലപ്പം ഈ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ US-ഉമായിട്ട് എല്ലാ രാജ്യങ്ങളും ഉടക്കി നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ ട്രംപ് വന്നതിന് ശേഷമുള്ള ട്രേഡ് വാറാണ്, അല്ലെങ്കിൽ ട്രംപ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന താരിഫാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രേഡ് വാറിനൊക്കെ കാരണം. അപ്പോൾ ഒരു രാജ്യത്ത് നടക്കുന്ന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സിന്റെ സർപ്ലസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ രാജ്യത്തിന്റെ എക്കണോമീനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എക്കണോമിക് ഇവന്റുകളൊക്കെ ഓരോ രാജ്യത്തും ഓരോ മാസം റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ത്യയിലാണെങ്കിലും US-ലാണെങ്കിലും UAE-ലാണെങ്കിലും എല്ലാ രാജ്യത്തും ഈ പറയുന്ന എക്കണോമിക്കൽ ഡേറ്റകൾ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എക്കണോമിക്കൽ ഡേറ്റകൾ, നമുക്ക് ആവശ്യമുള്ള എക്കണോമിക്കൽ ഡേറ്റകളെ റിലീസ് ചെയ്യുന്ന ടൈം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാ? കാരണം ഇപ്പൊ ഒരു എക്കണോമിക് ഇവന്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് പോയിട്ട് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷന് അവിടെ സംഭവിക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ എക്കണോമിക്കലി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന എക്കണോമിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ, FOMC ഡേറ്റയുടെ അടിസ്ഥാനത്തിലും ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ അടിസ്ഥാനത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഗോൾഡിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അല്ല. അപ്പോൾ ഈ ഒരു എക്കണോമിക്കൽ ഡേറ്റകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക് വെബ്സൈറ്റ് ആണ് ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോറക്സ് ഫാക്ടറി സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ സഫാരിന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും?
ഉണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഒന്ന് കൺഫേം ചെയ്യാവോ? സ്ക്രീൻ ഷെയറിംഗ് ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ ആണല്ലേ, കാണുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിതേ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഡേന്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 21 22 ഈ ഒരു കഴിഞ്ഞ മൺഡേയിൽ ഉണ്ടായിരുന്ന ഇവന്റുകൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കലണ്ടർ കാണാൻ പറ്റും. ഈ ഒരു കലണ്ടറിൽ എന്തുണ്ട്? ഈ ഒരു കലണ്ടറിൽ എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഡേറ്റ്സ് കാണാൻ പറ്റും. ഒരു 22 ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 22 മൺഡേയിൽ ഉണ്ടായിരുന്ന എക്കണോമിക് ഇവന്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കറൻസി ആണെന്ന് അവിടെ ഉണ്ടാവും, ഏത് സമയമാണെന്നുണ്ടാവും, ഏതാണ് ഇവന്റ് എന്നുള്ളതും അവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ടെർമിനോളജീസ് പഠിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് ഡീപ്പ് സ്റ്റഡി ഒന്നും നടത്തണ്ട. ജസ്റ്റ് ടെർമിനോളജീസ് പഠിക്കുക. ആ സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ്സ് തരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്യും, ഇന്ന് ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതിന്റെ റീസൺ ഇതാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂടുതൽ ഐഡിയ കിട്ടും. ഓക്കെ. അവിടെ AUD USഡിൽ RBI ഗവൺമെന്റ് ബെല്ലോക്ക് സ്പീക്ക്, അത് RBIയിലുള്ള, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയന്റെ ഒരു മെമ്പറിന്റെ സ്പീച്ച് ആണ്. അപ്പൊ അതെന്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു റെഡ് ഇമ്പാക്റ്റ് ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പാക്ട് ഇവന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ AUDയിൽ ആ സമയത്ത് രാവിലെ ഏർലി മോർണിംഗിലാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓസ്ട്രേലിയ ബേസിൽ നടക്കുന്ന സെഷൻ ഏതാണ്? സിഡ്നി സെഷൻ. അത് ഏർലി മോർണിംഗിൽ നടക്കുന്ന സിഡ്നി സെഷനാണ് അല്ല. അപ്പോൾ അത് 5 AM അത് നമുക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. കഴിഞ്ഞ മൺഡേയിൽ പിന്നെ നടന്നത് 8 മണിക്ക് USDയിലെ FOMC മീറ്റിംഗ് ഉണ്ടായിരുന്നു. FOMC എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എന്നറിയപ്പെടും. അതായത് വേൾഡ് എക്കണോമീനെ അല്ലെങ്കിൽ US-ന്റെ എക്കണോമീനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്മിറ്റിയാണെന്ത് FOMC എന്ന് പറയുന്നത്. ഈ FOMCയിലെ മീറ്റിംഗിലാണ്, അതായത് വേൾഡ് എക്കണോമിയിൽ എന്ത് ചേഞ്ചസ് വരുന്നതാണ്, അല്ലെങ്കിൽ അമേരിക്കൻ എക്കണോമിയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വേൾഡ് എക്കണോമിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ളത് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് പോലുള്ള അസറ്റ്സിനൊക്കെ റേറ്റ്സ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ഇതിലാണ്, US ഡോളറിലാണ് അല്ല. അപ്പോൾ ഈ FOMC എന്ന് പറയുന്നത് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ ആയിട്ടുള്ള മിറാൻ എന്ന് പറയുന്ന പുള്ളിയുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് മന്ത്ലി മിഡിലൊക്കെ വരുന്ന FOMC മീറ്റിംഗ്സ്. അതായത് നമ്മുടെ FOMCയുടെ ചെയർമാൻ ആയിട്ടുള്ള ജെറേമി പോവാളുടെ സ്പീച്ച് ഉണ്ടാവും. പോവൽ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ഗോൾഡിൽ ഏറ്റവും രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു ഇവന്റ് ആണ് ഫെഡറൽ ഫണ്ട് റേറ്റ് അല്ലെങ്കിൽ എക്കണോമിക് പ്രൊജക്ഷൻസ്, FOMC പ്രസ് കോൺഫറൻസും. ഈ ഒരു പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ്സിന്റെ കോൺഫറൻസ് ആയിരിക്കും. ഇതൊരു ഇയർലി ഒരു 8 തവണ മാത്രം സംഭവിക്കുന്ന ഒരു ഇവന്റ് ആണിത്. മോസ്റ്റ് പ്രോബബിളി ഒരു മന്തിലെ മിഡിലായിരിക്കും ഇത് വരുന്നത്. ഓക്കെ കേട്ടോ, ഒരു 17-ാം തീയതി വെനസ്ഡേയിലും ആയിരിക്കും വരുന്നത്. ഓക്കെ, വെനസ്ഡേ മിഡിലായിരിക്കും വരുന്നത്. ഇപ്പോൾ FOMC മീറ്റിങ്ങിന് പ്രത്യേകത വെച്ചാൽ പ്രസ് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്, ഹൗസിംഗ് മാർക്കറ്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്കണോമിയിൽ. ഇപ്പോൾ എക്കണോമിക്കലി ഇത് എന്തുകൊണ്ടാണ് ഇതിനെ ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, ഈവൻ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു, ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. 2008 ലെഹ്മാൻ ബ്രദേഴ്സ് കൊളാപ്സ്, 163 വർഷം പഴക്കമുള്ള ഒരു ബാങ്ക് കൊളാപ്സ് ആവാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് മാർക്കറ്റ്സിലെ വീഴ്ചകളാണ്. ഹൗസിംഗ് മോർഗേജസിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിൽ ഒരുപാട് ആൾക്കാർ ചൂഷണം ചെയ്തതുമാണ് വേൾഡ് എക്കണോമി തന്നെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തത്, സ്റ്റക്ക് ഒരുപാട് ആൾക്കാർ പട്ടിണി കാരണം മരിക്കേണ്ടി വന്ന സിറ്റുവേഷൻ. കാരണം ആരുടെ കയ്യിലും പൈസ ഉള്ള ആൾക്കാരുടെ കയ്യിൽ പൈസ സ്റ്റക്ക് ആവുകയും ബാക്കിയുള്ളവരിലോട്ട് അത് എത്താത്ത ഒരു സിറ്റുവേഷനും വരികയും ചെയ്തത് അങ്ങനെ എക്കണോമിക് ക്രാഷ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്കണോമിക്കൽ ഫാക്ടേഴ്സ് എക്കണോമിക് ക്രാഷ് ആവാണ്ട് നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത് FOMC അല്ലെങ്കിൽ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള FOMC ഇവന്റുകളുടെ ബേസിസിൽ എന്ത് നടക്കാറുണ്ട്, മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ്, ഗോൾഡിനൊക്കെ വലിയ ഫ്ലക്ച്വേഷൻസ് ആ ഒരു സമയങ്ങളിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കാം. ഏതൊക്കെ സമയത്താണ് ഈ ഒരു എക്കണോമിക് ഇവന്റുകൾ വരുന്നത്, ഏതൊക്കെ സമയത്താണ് എക്കണോമിക് ഇവന്റ്സ് ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ എക്കണോമിക് ഇവന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എക്കണോമിക് ഇവന്റ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേസിൽ പൊതുവെ എക്കണോമിക് ഇവന്റ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഫ്രൈഡേസിൽ ഈ FOMCയുടെ മെമ്പറിന്റെ സ്പീച്ച് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നാളെ ഉള്ള ഇവന്റ്സ് ആണ്. ഒന്ന് JPY ജാപ്പനീസ് യെൻ കറൻസിയിൽ ഏർലി മോർണിംഗിൽ ഉണ്ട്. CAD ഈവനിങ്ങിൽ GDP വരുന്നുണ്ട്. CAD-ന്റെ GDP എന്ന് പറഞ്ഞാൽ കനേഡിയയുടെ GDP ഡേറ്റ നാളെ പുറത്തു വരുന്നുണ്ട്.
അത് M/M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് ടു മന്ത് ആണ്. അതായത് ലാസ്റ്റ് മന്തിനെ അപേക്ഷിച്ച് ഈ മന്തിലുള്ള ഡേറ്റ. ഓക്കെ. Y/Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ ആണ്. ലാസ്റ്റ് മന്തിനെ അപേക്ഷിച്ച് ഈ ഇയറിലുള്ള ഡേറ്റ. പിന്നെ ഇതുപോലെ ഉണ്ടാവാറുള്ള ഒന്നാണ് ക്വാർട്ടർ ബൈ ക്വാർട്ടർ. Q/Q എന്ന് പറയും, ക്വാർട്ടർ ബൈ ക്വാർട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് മന്തിൽ, നെക്സ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിൽ മിഡിൽ FOMC മീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഐ എം നോട്ട് ഷുവർ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡേറ്റ കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. ഒന്ന് സെക്കൻഡ്. ഓക്കെ, CPI ഡേറ്റ വരുന്നുണ്ട് അടുത്ത മന്ത് മിഡിൽ. CPI ഡേറ്റ, CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. CPI ഡേറ്റ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി വലിയ വേർഡാണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷന്റെ ഡേറ്റ പുറത്തു വിടുന്ന, ആ രാജ്യത്ത് എത്രത്തോളം പണപ്പെരുപ്പം ഉണ്ടെന്നുള്ളതിന്റെ ഡേറ്റ പുറത്തു വിടുന്ന ഒന്നാണ്. അപ്പോൾ അടുത്ത മാസം 15-ാം തീയതി നല്ല രീതിയിൽ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ വരും. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, പിന്നെ FOMC മീറ്റിംഗ്സ് ഉണ്ടാവുക. എന്തിന്? ഈ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ എന്ത് വരും? ചേഞ്ചസ് കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് ഇൻഫ്ലേഷൻസിൽ ചേഞ്ചസ്, വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് റീസെന്റ് ആയിട്ട് ഫണ്ട് റേറ്റ്സ്, ഫെഡറൽ ഫണ്ട് റേറ്റുകൾ മാറ്റിയതും ഗോൾഡ് ഇത്രയും വലിയ പ്രൈസിലോട്ട് എത്തിയതും, ഗോൾഡ് എന്ന് പറയുന്ന അസറ്റിന് ഇത്രയും വില കൂടിയതും. ഓക്കെ. അപ്പോ ഇത്രയും കാലം നിങ്ങൾ ഗോൾഡിൽ പത്രത്തിൽ കാണുന്ന പോലെ ഗോൾഡിന്റെ പ്രൈസ് കൂടി, ഗോൾഡിന്റെ പ്രൈസ് കുറയുന്നതൊക്കെ പറയുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഇങ്ങനെയുള്ള എക്കണോമിക്കൽ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് കൂടുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ജനറൽ നോളജ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് forexfactory.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. റെക്കോർഡ് സെഷൻ ഞാൻ ഇന്ന് തന്നെ അയക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഒരു ടെർമിനോളജീസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഇനി നിങ്ങളെ എനിക്ക് തോന്നുന്നു റിയാദ് ബ്രോ പുറത്താണോ ഉള്ളത്? ഞാൻ പുറത്തന്നെ ഉള്ളത്, പക്ഷെ എന്നാൽ കുറെ ശ്രദ്ധിച്ചു, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു കുറെ കാര്യം കാര്യം ചെയ്യാം ഒന്നും റിയാദ് ബ്രോ, മനസ്സിലായിട്ടില്ല. ഒരു കാര്യം ആ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിഞ്ഞൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് റൂമിലെത്തിയിട്ട് റെക്കോർഡ് സെഷൻ ഒന്നും കൂടെ കാണാം. ഓക്കെ. എന്നിട്ട് ആ ആ ഡൗട്ട് ഉള്ള ആ ഏരിയ എന്നെ ഒന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഓക്കെ ബാക്കിയുള്ളവർക്ക് ഓക്കെ. എന്താ അവസ്ഥ? അശ്വതി മനസ്സിലായിട്ടുണ്ടോ? റാഷിദ്, ജാബിർക്ക് മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ ഇത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുന്ന കുറച്ച് ഇവന്റുകൾ ഉണ്ട്. ഈ ഇവന്റുകൾ ഏതൊക്കെ സമയത്താണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. ഓക്കെ. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കമ്മിങ് ഡേയ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ജാബിർക്ക് എന്താ അവസ്ഥ? സെയിം ആണോ? കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട് ഒരുവിധൊക്കെ. ഒരു ഇതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഓക്കെ. ഞാൻ പറയുന്നു, ഒരു നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്തായാലും ക്ലാസ് ഇല്ല അല്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പൊ ഇന്നിപ്പോ ആദ്യമായിട്ട് ചിലപ്പോൾ ചില ടെർമിനോളജി നിങ്ങൾ കേൾക്കുമ്പോൾ തലയിൽ സ്ട്രൈക്ക് ആവാത്തതായിരിക്കും. ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്ത് തരാം, ഡൗട്ട്സ് ഉള്ളത് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ഓക്കെ. ഓക്കെ. സോ ഇന്നത്തെ ഡേയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഹോപ്പ് എല്ലാവർക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് സി യു ഓൺ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നാളെയല്ല, മറ്റന്നാളാണ് ക്ലാസ് വരുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ അല്ല, വൈൻഡപ്പ് ചെയ്യട്ടാ? ഓക്കെ. ഓക്കെ ദെൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സി യു ഓൺ ദ നെക്സ്റ്റ് സെഷൻ. ബൈ ബൈ.